എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ഗെറ്റ്സ് ബേബി, നരിവേട്ട തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. മനോരമ ഇപ്പോൾ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സാർ സമീൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. പൃഥ്വിരാജ്, കാജൽ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു ഹിന്ദി സിനിമ ഈ മാസം 25-ന് ഹോട്ട്സ്റ്റാറിൽ ഡയറക്റ്റ് OTT റിലീസാണ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അനൂപ് മേനോൻ, ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ത്രില്ലറാണ് ചെക്ക്മേറ്റ്. ഇപ്പോൾ അവസാനം ചെക്ക്മേറ്റിന്റെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂലൈ മാസം സെക്കൻഡ് വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസ് മാരിനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഇതൊരു ഡ്രാമ മൂവിയാണ്. ഈ സിനിമയുടെ OTT സൺനെക്സ്റ്റ്, ആമസോൺ പ്രൈം ഇവരാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 4-നാണ് മദ്രാസ് മാരിനിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാന്റിക്കൽ ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം സെക്കൻഡ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് പെരുമാനി. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പെരുമാനി സ്വന്തമാക്കിയത്. പക്ഷേ സിനിമ ഇറങ്ങിയിട്ട് കുറെ കാലമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിനയ് ഫോർട്ട്, ലുക്മാൻ, സണ്ണിവൈനാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് പെരുമാനിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂലൈ മാസം 15-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ സിനിമയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സാധാരണ ധ്യാൻ സിനിമകൾ ഫ്ലോപ്പ് ആകാറുണ്ട്. എന്നാൽ ഇതിന് ഭേദപ്പെട്ട അഭിപ്രായം ലഭിച്ചു. ഇപ്പോഴത്തെ ഉജ്ജ്വലൻ സിനിമയുടെ OTT മനോരമ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ജൂലൈ മാസം 15-നായിരിക്കും ഉജ്ജ്വലൻ സിനിമ മനോരമ മാക്സിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ് കപ്പ്. ഇതൊരു സ്പോർട്സ് റൊമാന്റിക്കൽ മൂവിയാണ്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഒരുപാട് താരനിര കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അനിക, നമിത പ്രമോദ്, ബേസിൽ തുടങ്ങിയവരാണ് കപ്പ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈനാപ്ലൈ ആണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം സെക്കൻഡ് വീക്കിലായിരിക്കും കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലിംഗ് ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് മാരിവില്ലിംഗ് ഗോപുരങ്ങൾ നേടിയെടുത്തത്. നല്ലൊരു ഫാമിലി മൂവിയാണിത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയും ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് മാരിവില്ലിംഗ് ഗോപുരത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ജൂലൈ മാസം സെക്കൻഡ് വീക്കിൽ ആമസോൺ പ്രൈമിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നരിവേട്ട ഇറങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇപ്പോഴും OTT റിലീസ് ചെയ്തിട്ടില്ല. നരിവേട്ട ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായമാണ് നരിവേട്ട സ്വന്തമാക്കിയത്. ടോനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഒരു പോലീസായിട്ടാണ് ടോനോ വരുന്നത്. അതുപോലെ സുരാജുമുണ്ട്. ഇപ്പോഴത്തെ നരിവേട്ട സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് നരിവേട്ട വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 15-ന് ആമസോൺ പ്രൈമിലായിരിക്കും നരിവേട്ട സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബസൂക്ക സ്വന്തമാക്കിയത്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ ബസൂക്ക സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് ബസൂക്ക വാങ്ങിച്ചിരിക്കുന്നത്. പ്രിൻസ് സിനിമ C5 വന്നു. അടുത്തത് ബസൂക്കയാണ്. ഇതുവരെ ഒഫീഷ്യൽ ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ജൂലൈ മാസം 15-ന് മുന്നേ ബസൂക്ക സിനിമ C5-ൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജൂലൈ 10-നായിരിക്കും ബസൂക്ക OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ്സ് ബേബി. സിനിമ ഇറങ്ങി മാസങ്ങളായി.
ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുകൊരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജൂലൈ മാസം 5-നായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.